ഹായ്. അപ്പോൾ നമ്മൾ തീം സെറ്റ് ചെയ്തു, ഒരു ഫിഗ്മ ഫയലും ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഡാഷ്ബോർഡ് വരുന്നത്. പിന്നെ ഈ ഒരു ഫിഗ്മ ഫയലാണ് നമ്മൾ വേർഡ്പ്രസ്സൊക്കെ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ, ഇതാണല്ലോ നമ്മുടെ ഡാഷ്ബോർഡ് വരുന്നത്. അപ്പോൾ ഞാനൊന്നും കൂടെ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും കൂടെ ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മളെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് ഉണ്ടല്ലോ, ഹോം പേജ് ഒരു ടാബിൽ ഓപ്പൺ ആക്കി വെക്കുക. ഒരു ടാബിൽ ഡാഷ്ബോർഡ്, ഒരു ടാബിൽ ഹോം പേജ്. പിന്നെ ഒന്നും കൂടെ ഈ ഒരു കസ്റ്റമൈസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെനു ഉണ്ടല്ലോ, ഈ ഒരു പേജും കൂടെ. ഇത് നമുക്ക് അഡീഷണൽ CSS ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ മെനു ക്രിയേറ്റ് ചെയ്യാൻ അതിനൊക്കെ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു 3 ടാബ് ഞാൻ എപ്പോഴും തുറന്ന് വെക്കാറുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ, ഇപ്പോൾ ഹോം പേജ് വേറെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺട്രോൾ, അല്ലാന്നുണ്ടെങ്കിൽ കമാൻഡ് പ്രസ് ചെയ്തിട്ട് എഡിറ്റ് പേജ് എടുക്കുകയാണെങ്കിൽ അത് വേറൊരു ടാബിൽ ഓപ്പൺ ആക്കും. എന്നിട്ട് ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് കൊടുത്തിട്ട് ഈ ടാബ് ക്ലോസ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതും കൂടെ നമുക്ക് വർക്ക് ചെയ്യുന്ന ടൈമിൽ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഹെൽപ്ഫുള്ളാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു 3 ടാബാണ് നമുക്കിപ്പോൾ റിക്വയർഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹെഡർ ചെയ്യാം. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ ഇടയിലാണ് പറഞ്ഞു പോണത്. ഇതിപ്പോൾ ഹെഡറിന് മാത്രം ആവശ്യമുള്ളതല്ല, എലമെൻ്ററിൻ്റെതായാലും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ പറഞ്ഞു പോണത്, ലേഔട്ടിൻ്റെ കാര്യങ്ങളായാലും. അപ്പോൾ ഒക്കെ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാം, നമുക്ക് ബാക്കിയുള്ള പ്രൊജക്റ്റിൽ ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹെഡർ ചെയ്യുമ്പോൾ നമ്മൾ ലേഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഏതൊരു വെബ്സൈറ്റ് ആയാലും നമുക്ക് ഓരോ സെക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ലോഗോ ഈ സൈഡിലാണ് വരുന്നത്, പിന്നെ ഈ സൈഡിലൊരു നാവിഗേഷൻ മെനു വരുന്നുണ്ട്. അങ്ങനെയാണ് ഹെഡറിൻ്റെ ലേഔട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ബോക്സിലൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഒരു ടൈറ്റിൽ, പിന്നെ ഒരു ഡിസ്ക്രിപ്ഷന്, പിന്നെ ഒരു ബട്ടൺ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ, ഓരോ വിഡ്ജറ്റ് ഉണ്ടല്ലോ, ഓരോ വിഡ്ജറ്റും ഓരോ ബോക്സായിട്ട് കണക്കാക്കുക. ഇപ്പോൾ ഹെഡറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഹെഡർ ഞാൻ പറഞ്ഞത് നമ്മളെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, മൊത്തത്തിൽ ഹെഡർ ഒരു ബോക്സ് ആക്കുക. ഒരു ബോക്സ്, അത് നമ്മൾ കണ്ടെയ്നർ എന്നാണ് പറയുക. അത് നമ്മൾ എലമെൻ്ററിക്ക് പോകുന്ന ടൈമിൽ ഞാൻ പറയാം. ഹെഡർ ഒരു ബോക്സ്, അത് നിൽക്കുന്ന ഒരു ബോക്സ് ഉണ്ടാവുമല്ലോ, റാപ്പർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ്. ഇപ്പോൾ നമ്മൾ റാപ്പർ ഉണ്ടല്ലോ, ഇത് 100% ആവും. നമ്മൾ ഏത് ഡിവൈസിലാണോ വെബ്സൈറ്റ് നോക്കുന്നത് അതിൽ ഫുൾ വിഡ്ത്തായിട്ടാവും ഇത് വരിക. അപ്പോൾ ഈ ലോഗോ നിൽക്കുന്ന സൈഡ്, ഇപ്പോൾ ഇതൊരു കുറച്ച് പോർഷനല്ലേ ലോഗോ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു 40% കണക്കാക്കുക. പിന്നെ അതേപോലത്തെ വേറൊരു ബോക്സും കൂടെ, ഇതിനൊരു ബാക്കി 40% കഴിഞ്ഞാൽ ബാക്കി ഒരു 60% അല്ലേ. അപ്പോൾ അങ്ങനെ വെക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ റാപ്പർ കൊടുത്തതൊരു കണ്ടെയ്നറായിട്ട് കണക്കാക്കുക. പിന്നെ അതിൻ്റെ അകത്ത് 2 കോളംസ്. ഓക്കെ, പിന്നെ അതിനകത്താണ് നമ്മൾ ലോഗോ വെക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലോഗോ ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനകത്ത് ഒരു സൈഡിലായിട്ട് നമ്മളൊരു ലോഗോ കൊടുത്ത്, പിന്നെ ഈ സൈഡിൽ നാവിഗേഷൻ മെനു ആണല്ലോ വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഈ സൈഡിൽ കൊടുത്ത് ഇതിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ചെയ്യാൻ പോണത്. ഈ ഒരു നാവിഗേഷൻ മെനു നമ്മൾ എലമെൻ്ററിൽ ചെയ്യാൻ പോണത് ഈ രീതിയിലാണ്. ഈ ബോക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു
ഫസ്റ്റ് ബോക്സ് ഉണ്ടല്ലോ അത് നമ്മളൊരു കണ്ടെയ്നറായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു കണ്ടെയ്നറായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്തൊരു കോളം ക്രിയേറ്റ് ചെയ്യാം. ഈ റെഡും പിന്നെ ഈ ബ്ലൂവും 2 കോളംസാവും. ഇത് 40% വിഡ്ത്തിലൊരു കോളം, പിന്നെ ഈ ബ്ലൂ 60% വിഡ്ത്തിലൊരു കോളം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 100% കണ്ടെയ്നർ 100% ആണ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സെക്ഷൻസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള സെക്ഷനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, റെസ്പോൺസീവായിട്ടും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ റെസ്പോൺസീവിൽ വരികയാണെങ്കിൽ ഈ 60% ഉണ്ടല്ലോ, ഇപ്പോൾ ഹെഡറിൻ്റെ കേസിൽ നമ്മൾ ഇത് 40%ഉം ഇതുപോലെ തന്നെ ആവും ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മൊബൈലിൻ്റെ കേസിൽ ഇതാണ് മൊബൈൽ എന്നുണ്ടെങ്കിൽ അതിൽ ലോഗോ ഏകദേശം ലോഗോ ഒരു 30% കൂട്ടാം. പിന്നെ അതിൻ്റെ അകത്ത് ഒരു നാവിഗേഷൻ വേണം. ഇതിപ്പോൾ ഇത്രയും ഐറ്റംസ് മൊബൈലിൽ കൊള്ളില്ലല്ലോ, അപ്പോൾ അതിന് പകരം നമ്മളൊരു ഹാംബർഗർ മെനു ആണ് ഇവിടെ കൊടുക്കാൻ പോകുക. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ഹാംബർഗർ മെനു ഉണ്ടാവും. ഓക്കെ, ഇവിടെ ലോഗോ ഉണ്ടാവും, ഇവിടെ ഒരു ഹാംബർഗർ മെനു ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇത് റെസ്പോൺസീവ്. അല്ലാത്ത കേസിൽ ഫുള്ള് ഈ കോളം 6 4 ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഫുൾ വിഡ്ത്ത്, അതുപോലെ ഇത് അതിൻ്റെ താഴെ ഫുൾ വിഡ്ത്തായിട്ട് വരും. അങ്ങനെയാണ് റെസ്പോൺസീവ് വരും. ഓക്കെ, നമുക്ക് ഈ കാര്യം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു കണ്ടെയ്നറിൻ്റെത് നമുക്ക് ഈ ഹെഡർ നമുക്ക് എലമെൻ്ററിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ നോക്കട്ടോ, ഒന്നും കൂടെ വീഡിയോ ഒന്ന് കണ്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എന്തായാലും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെഡറാണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് നമ്മൾ ഹെഡർ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഡിസൈൻ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ UA എന്ന് പറഞ്ഞിട്ടൊരു മെനുവിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ ഉണ്ടാവും. അതിൽ ഹെഡർ ക്ലിക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഇവിടുന്ന് ബാക്കിയുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കൺട്രോൾ പ്രസ് ചെയ്യാം. അപ്പോൾ വേറൊരു ടാബിൽ അത് ഓപ്പൺ ആവും. ഓക്കെ, ഹെഡർ ഓൾറെഡി ഹെഡറിൻ്റെ സെറ്റിങ്സൊക്കെ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് വിത്ത് എലമെൻ്റർ കൊടുക്കുക. അപ്പോൾ എലമെൻ്ററിൻ്റെ എഡിറ്റർക്ക് റീഡയറക്റ്റ് ആവും. ഓക്കെ, ഇതാണ് എലമെൻ്ററിൻ്റെ എഡിറ്റർ വരുന്നത്. ഇതും ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിലാണ് കേട്ടോ പറയുന്നത്, അതുകൊണ്ട് എലമെൻ്റർ എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യണില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എലമെൻ്ററിൻ്റെ എഡിറ്റർ വരുന്നത്. ഒരു സൈഡ് ബാർ ഉണ്ടാവും, ഒരു ലെഫ്റ്റ് സൈഡിലൊരു സൈഡ് ബാർ ഉണ്ടാവും. പിന്നെ റെസ്പോൺസീവ് നോക്കാൻ, ഓരോ ഡിവൈസിൽ എങ്ങനെയാണ് നോക്കാൻ ഇവിടെ ഒരു 3 ടാബ് ഉണ്ടാവും: ഡെസ്ക്ടോപ്പ്, ടാബ്ലറ്റ്, മൊബൈൽ. പിന്നെ പബ്ലിഷ് ചെയ്യാൻ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ അത് നമുക്കൊരു പേജ് ഒരു ടെംപ്ലേറ്റ് ആക്കി സേവ് ചെയ്യാം. അത് നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് അല്ല, നമുക്ക് ലാസ്റ്റ് പറയാം. നമുക്കിപ്പോൾ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഓക്കെ, ഈ സൈഡിലുള്ളതാണ് എലമെൻ്ററിൻ്റെ വിഡ്ജറ്റ് വരുന്നത്. അതിൽ ഇത് ലേഔട്ട് ചെയ്യാനുള്ളതാണ്. ഈ ഒരു 2 വിഡ്ജറ്റ് ഉണ്ടല്ലോ, അത് നമുക്കിത് ചെയ്യുമ്പോൾ പറയാം. പിന്നെ ബാക്കിയുള്ളതാണ് ഓരോ ടെക്സ്റ്റ് ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇമേജ് ഡ്രാഗ് ചെയ്തിട്ടാൽ ഒരു ഇമേജ് വരും. പിന്നെ ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ, അങ്ങനെ ഓരോന്നും നമ്മൾ ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിടലാണ്. ഏത് ടൈപ്പ് വിഡ്ജറ്റാണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇത്രയാണ് എലമെൻ്ററിൻ്റെ ഒരു എഡിറ്റർ വരുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമുക്കിപ്പോൾ എലമെൻ്റർ അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡർ ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു മെനു ഇല്ലേ, മെനു നമ്മൾ വേറൊരു
കസ്റ്റമൈസറിൽ ചെയ്തിട്ട് നമ്മൾ ഇതൊരു ലിസ്റ്റാക്കിയിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യില്ല ചെയ്യുന്നത്. വേർഡ് പ്രസ്സിൽ മെനു ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ വേറൊരു കസ്റ്റമൈസറിൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ പേജിലേക്ക് കോൾ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യാനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമൈസർ എടുക്കുക. നമ്മൾ ഓരോ പേജും നമ്മൾ പിന്നെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യണം. ഓക്കെ, കസ്റ്റമൈസർ എടുത്തിട്ട് അതിൽ മെനൂസ് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ടാവും. അതിൽ പോയിട്ട് നമുക്ക് ആദ്യം ഒരു മെനു ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അത് നമുക്ക് ആവശ്യമുള്ളിടത്തേക്ക് കോൾ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന് പ്രൈമറി എന്നൊരു പേര് കൊടുക്കുന്നുണ്ട്. അത് ഹെഡർക്കുള്ളതാണ്. ഇത് കൊടുക്കണമെന്നില്ല. ഈ ഒരു ചെക്ക് ബോക്സ് അതൊരു തീം ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത്. ഓക്കെ, ജസ്റ്റ് പ്രൈമറി പേര് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ ഈ മെനുവിലേക്ക് ഐറ്റംസ് ആഡ് ചെയ്യാൻ ആഡ് ഐറ്റംസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ഓൾറെഡി ഉള്ള കാര്യങ്ങളൊക്കെ പേജ് അല്ലാന്നുണ്ടെങ്കിൽ കാറ്റഗറീസ് ഉണ്ടോ അതൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ ഹോം പേജാണ് ഇപ്പോൾ ഉള്ളത്. ഹോം പേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതുണ്ടല്ലോ, അബൌട്ട്, സർവീസസ്, ഗെറ്റ് എബൌട്ട്, കോണ്ടാക്റ്റസ്, ഇത്രയും ഐറ്റംസ് നമുക്ക് കസ്റ്റം ലിങ്ക് ആക്കി കൊടുക്കും. ഹാഷ് കൊടുത്തിട്ട് അബൌട്ടസ് ആഡ് കൊടുത്താൽ ഇവിടെ ആഡ് ആവും. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്നിട്ട് പബ്ലിഷ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മെനു ക്രിയേറ്റ് ചെയ്ത് ഇനി അതെങ്ങനെയാണ് കോൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ മെനു ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ലേഔട്ടാണ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റർ എടുക്കുക. ഇതാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച എഡിറ്റർ. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യണം. നമ്മൾ മെനു ക്രിയേറ്റ് ചെയ്തതല്ല. അപ്പോൾ അതിവിടെ ഡൈനാമിക്കായിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീഫ്രഷ് ചെയ്യാവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ പറഞ്ഞ ഈ ഒരു 100% ഫുൾ വിഡ്ത്തിലുള്ള കണ്ടെയ്നർ ഉണ്ടല്ലോ, അതാദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഒരു റാപ്പർ ക്രിയേറ്റ് ആയി. നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെയേഴ്സ് കാണിക്കാൻ പറ്റും. ഫോട്ടോഷോപ്പിലൊക്കെ കാണുന്ന പോലെ ഏതൊക്കെയാണ് ലെയേഴ്സ് എന്ന് ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റിനെയിം ചെയ്യാൻ പറ്റും. ഹെഡർ കണ്ടെയ്നർ നിങ്ങൾക്ക് ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് 2 കോളംസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതും നമ്മൾ കണ്ടെയ്നറായിട്ട് തന്നെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. കണ്ടെയ്നർ തന്നെയാണ് നമ്മൾ ഓരോ ബോക്സും ഈ ഓരോ കോളംസ് ഉണ്ടല്ലോ, ഇതൊക്കെ ഓരോ കണ്ടെയ്നറായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു റാപ്പർ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ലേഔട്ട് ഫുള്ള് ഡീഫോൾട്ടാണ്. വിഡ്ത്ത് ബോക്സ്ഡാണ്. ഇതിൻ്റെ വിഡ്ത്ത് ഡീഫോൾട്ടായിട്ട് 1140 പിക്സലാവും. അതുതന്നെ കൊടുക്കുക ബെറ്റർ എല്ലാ ഡിവൈസിലും. ഇതിപ്പോൾ ഞാനൊരു മോണിറ്ററിലാണ് ഇത് കാണിക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഗ്യാപ്പ്. അപ്പോൾ ചെറിയ ലാപ്ടോപ്പിലൊക്കെ വരുമ്പോൾ ഇത്ര വിഡ്ത്ത് ഉണ്ടാവില്ല. അപ്പോൾ ലാപ്പിൽ ഫുൾ വിഡ്ത്തായിട്ട് കിടക്കും. അപ്പോൾ ഈ ഒരു ഡീഫോൾട്ട് 1140 പിക്സൽ തന്നെ ആവും ബെറ്റർ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഒരു റാപ്പറാണല്ലോ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോഴും ഡീഫോൾട്ടായിട്ട് അടുത്തത് കണ്ടെയ്നർ കൊടുക്കുമ്പോൾ താഴെയാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ ഫ്ലെക്സായി കൊടുക്കണമല്ലോ. അതിൻ്റെ ഉള്ളിലൊരു കണ്ടെയ്നർ ആഡ് ചെയ്ത് പിന്നെ ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെയിൻ കണ്ടെയ്നറിന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഐറ്റംസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ കൊടുക്കാം. ഓക്കെ, ഹൊറിസോണ്ടൽ കൊടുക്കാം. പിന്നെ ജസ്റ്റിഫൈ കണ്ടൻറ്റ് ഇവിടെ സെൻറ്റർ കൊടുത്താൽ മതി. കാരണം നമുക്ക് ജസ്റ്റിഫൈ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റാണ്. ഇപ്പോൾ ഇത് കുറച്ച് കണ്ട് താഴോ മേലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ സെൻറ്ററാണല്ലോ, ഇത് രണ്ടും സെൻറ്ററായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ സെൻറ്റർ കൊടുക്കുക. പിന്നെ
ഈ ഒരു കോളം ഗ്യാപ്സ് ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യട്ടോ. അപ്പോൾ ഇത് 0 ആവും. പിന്നെ അതുപോലെ ഇതിൻ്റെ അഡ്വാൻസ്ഡിൽ പോയിട്ട് ഈ മാർജിനും ഇതും കൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം പിന്നെ ഞാൻ ഈ ഒരു 3 ടാബും കൂടെ ഒന്ന് പരിചയപ്പെടുത്തും. നമ്മളിവിടെ ഏതൊരു വിഡ്ജറ്റ് എടുക്കുമ്പോഴും ഇവിടെ 3 ടാബ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ടാബിൽ അതിൻ്റെ ലേഔട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിങ്സാണ് ഇവിടെ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ടാബിൽ അതിൻ്റെ സ്റ്റൈല്, കളറ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, ബോർഡർ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാവും. പിന്നെ അഡ്വാൻസ്ഡിൽ അതിൻ്റെ മാർജിന്, പിന്നെ അതുപോലെ അതിൻ്റെ പാഡിങ്, അലൈൻമെൻറ്റ്, പിന്നെ പൊസിഷന്, സെറ്റിങ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത്രയാണ്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിനായിട്ട് വേറെ വീഡിയോ ഒന്നും ചെയ്യണില്ല. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്താലും നിങ്ങൾക്കത് കിട്ടും. പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്നും കൂടെ പറയുന്നുണ്ടെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഡയറക്ഷൻ ഹൊറിസോണ്ടൽ കൊടുത്ത് റോ എന്നാണ് അതിന് പറയുക. നമ്മളിപ്പോൾ ഒരു റോ ആണ് ക്രിയേറ്റ് ചെയ്തത് നമ്മൾ HTML ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് നമുക്ക് 2 കോളംസ് ക്രിയേറ്റ് ചെയ്യണം. ഈ 2 കോളംസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരു കണ്ടെയ്നർ എടുക്കാം. പിന്നെ അതിന് നമ്മൾ ചെയ്ത ഈ ഒരു 2 കാര്യങ്ങൾ ചെയ്യാം. ഈ ഗ്യാപ്സ് ഒഴിവാക്കുക, പിന്നെ മാർജിനും പാഡിങ്ങും ഡീഫോൾട്ടായിട്ട് കുറച്ച് മാർജിനും പാഡിങ്ങും വരും, അതും ഒഴിവാക്കുക. പിന്നെ നെക്സ്റ്റ് ലേഔട്ടിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് 40% ആക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ, നമ്മൾ കോളം കൊടുക്കുമ്പോൾ അതിന് കണ്ടൻറ്റ് വിഡ്ത്ത് ഫുൾ വിഡ്ത്താണ് കേട്ടോ, ബോക്സ്ഡ് അല്ല വരിക. പിന്നെ അതിൻ്റെ വിഡ്ത്ത് എന്ത് കൊടുക്കണം എന്ന് വെച്ചാൽ ഇവിടെ 40% കൊടുക്കുക. കണ്ടോ, ഇതിപ്പോൾ ആ ഒരു നമ്മൾ മെയിൻ കണ്ടെയ്നറിൻ്റെ 40% ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ നേരെ തന്നെ ഹൊറിസോണ്ടലായിട്ട് തന്നെ വന്നു. എന്നിട്ട് അതിനെന്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ 60% കൊടുക്കുക എടുത്ത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ടോ, ആദ്യം ഒരു റാപ്പർ ക്രിയേറ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ അകത്ത് 2 കണ്ടെയ്നർ കോളംസ് ക്രിയേറ്റ് ചെയ്തു നമ്മൾ. അത് ഇങ്ങനെ ഹൊറിസോണ്ടലി ഒന്നും ചെയ്തു. അപ്പോൾ ഇതാണ് ബേസിക് ലേഔട്ട് വരുന്നത്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ ലേഔട്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഏത് ലേഔട്ടും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ആ ലോഗോ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഫിഗ്മ ഫയലിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്ത് ഓരോ എലമെൻറ്റ്സ് എക്സ്പോർട്ട് ചെയ്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലോഗോ എനിക്കൊരു JPG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, അതിൽ PNG ആണ് ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ എക്സ്പോർട്ട് ലോഗോ കൊടുത്തിട്ട് നമുക്ക് എന്താണ് പേര് കൊടുത്തിട്ട് അത് നമ്മൾ ഫയലിലേക്ക് സേവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഇമേജിൻ്റെ വിഡ്ജറ്റ് ഇട്ട് കൊടുക്കുക. ഇമേജ് ആയിട്ടാണല്ലോ ആ ലോഗോ വേണ്ടത്. എന്നിട്ട് ഇമേജ് നമുക്ക് കസ്റ്റം ഇമേജ് അപ്ലോഡ് ചെയ്യാൻ ഇവിടെ ചൂസ് ഇമേജ് കൊടുക്കുക, പിന്നെ സെലക്ട് ഫയൽ കൊടുക്കാം. നമ്മളെ ലോഗോ ജസ്റ്റ് സെലക്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ലെഫ്റ്റിൽ കാണുമല്ലോ, അപ്പോൾ അതിൻ്റെ സ്റ്റൈലുണ്ടാവും, അതിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ ലോഗോ പ്ലേസായി. നെക്സ്റ്റ് നമുക്ക് ലോഗോയിൽ പിന്നെ വേറെ സ്റ്റൈലും കാര്യങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ. നെക്സ്റ്റ് നമുക്ക് ആ ഒരു നാവിഗേഷൻ മെനു ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നാവിഗേഷൻ മെനു എന്ന് പറഞ്ഞിട്ടൊരു വിഡ്ജറ്റ് ഉണ്ട്. അത് നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ പ്ലഗിൻ എടുത്തല്ലോ, അതിൻ്റെ കൂടെ നമുക്കൊരു വിഡ്ജറ്റ് കിട്ടും ഫ്രീ ആയിട്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ നാവിഗേഷൻ മെനു ഒന്ന് ഡ്രാഗ് ചെയ്തിടാം. കണ്ടോ, ഇത് നമ്മൾ മെനു ഒന്നുള്ളൂ, അപ്പോൾ ഡിഫോൾട്ടായിട്ട് അത് വന്നിട്ടുണ്ട്. നമ്മൾ പ്രൈമറി ക്രിയേറ്റ് ചെയ്ത ഒരു മെനു ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെ വെബ്സൈറ്റിൽ ഒന്ന് കൂടുതലൊക്കെ മെനു ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ലേഔട്ടാണ്. ഇതിൻ്റെ ലേഔട്ട് ഈ ഒരു കണ്ടൻറ്റ് എന്നുള്ളത് തന്നെ ഉണ്ടാവും. നമ്മളൊരു വിഡ്ജറ്റ് ഇടുന്ന ടൈമിൽ ഈ 3 ടാബ് നോക്കിയാൽ മതി. അതിൽ എന്തൊക്കെ ചെയ്യാനുള്ളത് അത് ഫുൾ ഇതിലുണ്ടാവും. നമുക്ക് എന്തൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഈ ഒരു 3 ടാബിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ലേഔട്ട് എടുത്ത് നോക്കാം. കണ്ടോ, ഇവിടെ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് റൈറ്റ് കൊടുക്കുക. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റൈലാണ് കൺട്രോൾ. നമ്മൾ ഫിഗ്മയിൽ വന്നിട്ട് ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ആ ഒരു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു ടെക്സ്റ്റിലോ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്റ്റൈല് ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ബാർ ഉണ്ടല്ലോ അതിൽ അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ടൈപ്പോഗ്രഫി, ഇതിൻ്റെ ഫോണ്ട് ഇതാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഇത് ഓൾറെഡി എലമെൻ്ററിൽ ഓൾറെഡി ഗൂഗിൾ ഫോണ്ടൊക്കെ നമുക്ക് കിട്ടും. ഫോണ്ടൊന്നും നമ്മൾ ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എലമെൻ്ററിൽ. അപ്പോൾ ഇതിൻ്റെ ഫോണ്ട് മാറ്റാൻ നമ്മൾ സ്റ്റൈൽ ടാബ് എടുക്കുക. സ്റ്റൈൽ ടാബ് ക്ലിക്ക് ചെയ്തിട്ട് അത് അവിടെ കണ്ടോ ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫാമിലി ഉണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഫോണിൻ്റെ പേരൊന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ ഫോണ്ട് ആണെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഗൂഗിൾ ഫോണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ എക്സ്ട്രാ ഒരു വീഡിയോ ആക്കി ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കേട്ടോ പറഞ്ഞു. അതുപോലെ ഇതേപോലത്തെ വേറെ എത്ര പ്രൊജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോസാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോണത്. ഓക്കെ, ഈ ഒരു ഫോണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ കണ്ടോ ഇവിടെ ഫോണ്ട് മാറി. പിന്നെ അതിൻ്റെ കളറ് ഇവിടെ 00 പ്യുവർ ബ്ലാക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കളറിന് ഇവിടെ ടെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇതുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആ കളർ കൊടുത്ത് പിന്നെ അതിൻ്റെ ഫോണ്ട് സൈസ്, ഫോണ്ട് വെയിറ്റ്, എല്ലാ കാര്യങ്ങളും ഇവിടെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇവിടെ ഫോണ്ട് സൈസ് 17 പിക്സലാണ്. പിന്നെ ഫോണ്ട് വെയിറ്റ് സെമി ബോൾഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് സൈസ് 17 പിക്സൽ കൊടുക്കാം. പിന്നെ ഇത് ഓൾറെഡി സെമി ബോൾഡ് തന്നെയാണ് ഡിഫോൾട്ടായിട്ട്. ഓക്കെ, പിന്നെ ഇതിലൊരു ആക്റ്റീവ് ഐറ്റം. അപ്പോൾ ഹോം പേജ് ആണല്ലോ ഇതിലുണ്ടാവും. അപ്പോൾ ഹോം പേജിന് ഒരു ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കോപ്പി ചെയ്യാം, അതിൻ്റെ കോഡ്. അപ്പോൾ ഇവിടെ ഹോവർ ചെയ്യുമ്പോൾ ഏത് കളർ വരണം, അതുപോലെ ആക്റ്റീവിൽ ഏത് കളർ വരണം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ ആ ബ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഹോവർ ചെയ്യുമ്പോൾ ആ ബ്ലൂ, പിന്നെ ആക്റ്റീവിലും അതിപ്പോൾ ഡിഫോൾട്ടായിട്ട് ഹോം പേജ് തന്നെയാണല്ലോ. അപ്പോൾ ഹോം പേജ് തന്നെയാണ് ആക്റ്റീവായിട്ട് വരിക. എന്നിട്ട് പബ്ലിഷ് കൊടുക്കുക. എന്നിട്ട് നമ്മളെ പേജ് ഒന്ന് എടുത്ത് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ കണ്ടോ നമ്മളെ ഹെഡർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ എലമെൻ്റർ മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം നമ്മൾ എലമെൻ്ററിൽ ഓരോ കാര്യങ്ങളും ഓരോ വിഡ്ജറ്റും പല സെറ്റിങ്സും ഈ ഒരു സൈഡിലുള്ളത്. അപ്പോൾ നമ്മൾ അത് ഓരോന്ന് നോക്കി മനസ്സിലാക്കാവും ബെറ്റർ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് നമ്മളിതിൽ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു പ്രോജക്റ്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ, പിന്നെ ബാക്കി നമ്മളിതിൻ്റെ റെസ്പോൺസീവിലും ഓരോ കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫൂട്ടർ ചെയ്ത് നോക്കാം.